നല്ല എക്കോ ഉണ്ട് കേട്ടോ. മഴ കാരണം വെള്ളം പൊങ്ങിയത് കാരണം ഷട്ടർ തുറന്നു വിട്ടിട്ടുണ്ട് അവർ. ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ ഇന്നൊരു വ്ളോഗിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള സ്ഥലമാണ്. കുലശേഖരത്തു നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററിനകത്ത് വരും. ഒരു 6-7 അല്ലെങ്കിൽ ഒരു 8 കിലോമീറ്റർ അത്രേ വരത്തുള്ളൂ ഇവിടുന്ന് പേച്ചിപ്പാറയ്ക്ക്. ഇപ്പം ട്രിവാൻഡ്രത്തു നിന്നൊക്കെ പേച്ചിപ്പാറയ്ക്ക് ബസ് വരെയുണ്ട്. പിന്നെ ഇപ്പോൾ കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അവർ നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ പേച്ചിപ്പാറയിലോട്ട് പോവാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ പോകുന്നതിന് മുമ്പായി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോവാം. ഇത് ഏതാ സ്ഥലം? ഈ സ്ഥലം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുലശേഖരത്തെ കോൺവെന്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ ഇവിടെ എല്ലാം ബോർഡ് കാണാം. പേച്ചിപ്പാറ കണ്ട, റൈറ്റ് സൈഡിൽ ഒരു ബോർഡ് കാണാം. കണ്ടോ, നേരെ പോയാൽ പേച്ചിപ്പാറ. കണ്ടോ കണ്ടോ കണ്ടോ, നേരെ പോയാൽ പേച്ചിപ്പാറ. ലെഫ്റ്റ് പോവുകയാണെങ്കിൽ തൃപ്പരപ്പ്. നമ്മൾ ഒരു ദിവസം തൃപ്പരപ്പിലെ വീഡിയോയും വ്ളോഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് തൃപ്പരപ്പായിരുന്നു. ഇപ്പോഴത്തെ ഈ സമയത്തൊക്കെ ഇപ്പോൾ തൃപ്പരപ്പ് അവർ തുറന്നിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ആ പോക്ക് ക്യാൻസൽ ചെയ്തിട്ടാണ് ഇന്ന് നമുക്ക് പേച്ചിപ്പാറയിലോട്ടുള്ള നല്ലൊരു സ്റ്റാർ പള്ളി. അവിടുന്ന് അല്പം താഴോട്ട് വരുമ്പോഴാണ് ഈ കുലശേഖരം ബോർഡ് വെച്ച് വരുന്ന ബസ്സുകളുടെ ഒക്കെ ഒരു ബസ് സ്റ്റാൻഡ്. അവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉള്ളു. ആ ജംഗ്ഷനിൽ നിന്ന്, നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്ത ജംഗ്ഷനിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളു. എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ പോവുകയാണ്. റൈറ്റ് സൈഡിലൊരു കനാലുണ്ട്. പേച്ചിപ്പാറയിൽ നിന്ന് തന്നെ വരുന്ന ഒരു കനാലാണ്. അത് അവിടെ നേങ്ങി വരുവാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട മാത്തൂർ തൊട്ടി, നമ്മൾ കഴിഞ്ഞ വ്ളോഗ് ചെയ്ത സമയത്ത് നമ്മളിത് പറഞ്ഞായിരുന്നു. അവിടത്തേക്ക് പോകുന്ന കനാല് പേച്ചിപ്പാറയിൽ നിന്നാണ് വരുന്നതെന്ന്. ഇവിടെ നിന്ന് നമ്മൾ 7 കിലോമീറ്റർ ഉണ്ട്. റൈറ്റ് കാണാൻ, ലെഫ്റ്റ് സൈഡ് കാണാമല്ലോ അല്ലേ? ഉണ്ട്. ഇവിടുന്ന് ഇനി പേച്ചിപ്പാറയ്ക്ക് 7 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 8 കിലോമീറ്റർ. മൊത്തം ഇപ്പോൾ ഒരു, ഞാൻ പറഞ്ഞ ഒരു 8 കിലോമീറ്റർ വരത്തുള്ളൂ. ഇതെന്ത് പേരെന്തോ അറിയാമോ? ഈ സ്ഥലത്തിൻ്റെ പേര് ചേനങ്കോട്. ഈ സ്ഥലത്തിൻ്റെ പേര് ചേനങ്കോടാണെന്ന്. ഈ കാണുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡാ പണ്ട് ഞാൻ ഒരാളെ വണ്ടി പഠിപ്പിച്ച് ഉരുണ്ട് വീണത്. ഇവിടെ അല്ലേ? ഇവിടെ ഇവിടെ അന്നിവിടെ വയലൊക്കെ അത് ഒരു ഭയങ്കര ഒരു തോട് പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. ആ തോടിൻ്റെ അവിടെ പോയി മൂക്കും കുത്തി വീണ്. വണ്ടി ഓടിച്ച ആള് ഏറ്റവും അടിയില്ല, പുറത്ത് വണ്ടി, അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ. ഇവിടെ പറയാൻ പോവുകയാണെങ്കിൽ സാധാരണ ഇപ്പം മരങ്ങളൊക്കെ മുറിക്കുന്ന സമയത്ത് കൃഷിക്കാർ ഇപ്പം മാക്സിമം ചെയ്യുന്ന ഒരു കൃഷിയാണ് ഈ കൈതച്ചക്കയുടെ കൃഷി. നല്ല ലാഭമാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും വലിയ ചിലവില്ല അതിന്. ഇപ്പം വാഴ, നേരത്തൊക്കെ വാഴയൊക്കെ വെച്ചുകൊണ്ടിരുന്നു. ഇപ്പം വാഴയൊന്നും അങ്ങനെ കൂടുതലാരും വെക്കുന്നില്ല. എല്ലാവരും ചെയ്യുന്ന കൈതച്ചക്കയുടെ കൃഷികളാണ്. വാഴയൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും വെള്ളം ഒഴിക്കണം, അത് ഒത്തിരി ടേക്ക് കെയർ ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ കൈതച്ചക്കയ്ക്ക് അത്രയ്ക്കൊന്നുമില്ല. എന്നാലും അത്യാവശ്യത്തിന് ഇപ്പം നല്ല വേനലൊക്കെ ആണെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതിനെക്കാട്ടി കൂടുതൽ ഇപ്പം ലാഭം കൈതച്ചക്കയുടെ കൃഷിയാണെന്ന് തോന്നുന്നു. മാക്സിമം ഒത്തിരി പേരോട് ചെയ്യുന്നുണ്ട്.
അവിടെ നിന്ന് കഴിഞ്ഞ് ഏകദേശം മണിയൻകുടി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് വന്നു. പക്ഷേ ആ ജംഗ്ഷന് മുമ്പേ ഇവിടെ ഒരു ഫോറസ്റ്റ് തിരിയുന്ന ഒരു വഴിയുണ്ട്. ശരിക്കും ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെയാണ്. ഇവിടെ നിങ്ങൾക്ക് വലത് സൈഡ് കണ്ടോ കാണാൻ പറ്റും. ഈ വലത് സൈഡ് നമ്മൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മണലോട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് പോകും. അപ്പം നമ്മൾ ഒരു ദിവസം അവിടെ പോയി വീഡിയോ എടുക്കുന്ന പ്ലാനിങ് ഉണ്ട്. ഉടനെ അങ്ങനത്തെ ഒരു വീഡിയോയും പ്രതീക്ഷിക്കാം. വെസ്റ്റേൺ ഹില്ലാണ് ആ കാണുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. സഹ്യ പർവ്വതം എന്നൊക്കെ പറയുന്നത് പോലെ. സഹ്യ പർവ്വതം. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഇവിടെ റൈറ്റ് സൈഡ് ഒരു ഈ കാണുന്നതാണ് കണ്ടോ, പേച്ചിപ്പാറ അണയെന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കിത് അണയെന്ന് പോവാം. പേച്ചിപ്പാറ അണൈ അഥവാ പേച്ചിപ്പാറ ഡാം. അപ്പോൾ നമ്മൾ വന്ന് ഇവിടെ വന്നു കേട്ടോ. നമുക്ക് ഇറങ്ങി പോവുകയാണ്. അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാമേ. നേരെ പോവാം, പെട്ടെന്ന് പോവാം. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് പോവാണ്. ശരിക്കും ഡാമിലോട്ട് നമുക്ക് പോകാൻ ഒക്കത്തില്ല. ഇപ്പോൾ അവിടെ പെർമിഷൻ ഇല്ലെന്നാണ് പറയുന്നത്. ഡാമിൻ്റെ ഒരു പിൻഭാഗത്തോട്ടാണ് നമ്മൾ നിങ്ങളെയും കൊണ്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ അതിലോട്ടുള്ള റൂട്ടാണ് ഈ വഴി. വാ. ഇവിടെ നല്ല വെള്ളം നല്ല വനവും ഏരിയ ഒക്കെ ആയതുകൊണ്ട് മഴ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മഴ കാരണം മനുഷ്യന് വെള്ളം പെരുകാൻ കാരണം നമുക്ക് ആ സ്ഥലത്ത് പോകാൻ പറ്റും. അതിനിപ്പോൾ ഇത്ര ആൾ വേണമെന്നുണ്ടോ? ബോട്ടിംഗ് എത്ര രൂപ? സാധാരണ എത്ര രൂപ? നോക്കിയിട്ടൊക്കെ വരണമാകും. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉള്ളതാണ്. അപ്പം ഈ ബോട്ടിങ്ങിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞത്. ബോട്ടിങ് ഇപ്പം 1-2 പേരാണെങ്കിലും അവർ ചെയ്ത് കൊടുക്കും. പക്ഷേ ആ നേരത്തെ സൈഡിൽ ഇപ്പോൾ ഇറങ്ങാൻ പറ്റുമായിരുന്നു അറിവ്. പക്ഷേ ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൊണ്ട് ഇറങ്ങാൻ വിടുന്നില്ല അവർ. ജസ്റ്റ് ഒരു റൗണ്ട് ജസ്റ്റ് ഒന്ന് കറക്കി അപ്പുറത്തെ സൈഡിൽ തന്നെ നമ്മൾ കയറിയെടുത്ത് തന്നെ കൊണ്ടുവിടാനാണ് പതിവ്. പക്ഷേ ആ സൈഡിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ആൾക്കാർ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ബോട്ടും നിൽപ്പുണ്ട്. ഇരിക്കുന്ന അവിടെയും ബോട്ടും കാണും. അവർ ബോട്ടിങ്ങിന് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഏകദേശം പറയുന്നത് ഒരു 600-700 രൂപയ്ക്ക് ആകുമെന്നാണ് പറയുന്നത്. ശരിക്കും പേച്ചിപ്പാറ ഡാമിലെ വെള്ളം എന്ന് പറയുന്നത് കോതയാറെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു വെള്ളമാണ്. ആദ്യം വന്ന് കയറിയപ്പം ആ ചെറുതായിട്ട് കണ്ട മലകളാണ് നിങ്ങൾക്കിപ്പോൾ ഈ കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ടുകൂടെ പോയി നോക്കിയിട്ട് വരാം. അതുകൊണ്ട് കാണുന്നില്ലേ ഇവിടെ ശരിക്കും 6 സ്പിൻ വില്ലുണ്ട്. പറഞ്ഞാൽ മറുകാരെന്ന് പറയും. അതാണ് നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട്. 6 സ്പിൻ വില്ല് അവിടെ കാണുന്നത്. പിന്നെ ഇങ്ങോട്ടുള്ളതെല്ലാം ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതെല്ലാം ഡാമാണ്. പേച്ചിപ്പാറ ഡാം. ഡാമിനകത്തോട്ട് കയറ്റി വിടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ കൊണ്ട് കാണിക്കാമായിരുന്നു. അതിൻ്റെ പുറവശത്തായിട്ടാണ് അല്ലെങ്കിൽ പിൻവശത്തായിട്ടാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഈ വെള്ളം ഇത്രയും കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം വെള്ളം മാക്സിമം ഇനി മേളിൽ കയറി കിടക്കുക. ഏകദേശം നമുക്ക് എത്ര ദൂരം പോകാൻ പറ്റും നോക്കാം. വാ. അതുകൊണ്ട് ആ കാണുന്ന ഭാഗം ഈ കോതയാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ ഭാഗം ഇവിടെ ഇവിടെയായിട്ട് ദ്വീപുകളുണ്ട്. നമ്മളീ കാണുന്ന ഈ വെള്ളത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് കോതയാറിൽ നിന്നാണ്. ശരിക്കും നമ്മുടെ പ്രദേശത്തെല്ലാം മാക്സിമം വരുന്ന ഈ കറണ്ട് വരുന്നത് കോതയാറിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കുന്ന കറണ്ടാണ്. അവിടെ 2 യൂണിറ്റ് ഉണ്ട്. ഒന്ന് അപ്പർ യൂണിറ്റ് അല്ലെങ്കിൽ അപ്പർ ഹൗസും ലോവർ ഹൗസ് എന്ന് പറയും. 2 യൂണിറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഈ പ്രദേശത്തെല്ലാം നമുക്ക് കറണ്ട് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഈ ഇടയ്ക്കൊക്കെ കാണുന്ന ഓരോ ദ്വീപുകളുണ്ട്. അവിടെ ഉണ്ട്. പിന്നെ ആ സൈഡുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വശത്ത് വന്ന് ബോട്ടിങ്ങിൽ തന്നെ ഈ ദ്വീപുകളിൽ പോയിട്ട് വരാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിനവർ പെർമിഷൻ ചെയ്യുന്നില്ല. പെർമിഷൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കത് തനിയെ ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റും. അവിടെ
അതുകൊണ്ട് അവിടെ കുറച്ച് വീടൊക്കെ കാണുന്നു. അവിടെ താമസക്കാരൊക്കെ ഉണ്ട്. താമസക്കാർ. അപ്പോൾ അതിനകത്തല്ലേ? അതുകൊണ്ട് ആ വനത്തിൽ. ഈ സൈഡിൽ നിന്ന് ആ സൈഡിലോട്ട് ജസ്റ്റ് ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ആൾക്കാരെ കൊണ്ട് ഇറക്കിയതാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ജസ്റ്റ് ഒരു വിഷ്വൽ കണ്ടില്ലായിരുന്നു. ഈ വശത്തു നിന്ന് ആ വശത്ത് അവർ കൊണ്ടുപോവുകയും ചെയ്യും. അവിടെ നിന്ന് അവിടെ ഇറക്കത്തൊന്നുമില്ല, ജസ്റ്റ് അവിടെ കൊണ്ട് കറക്കി കാണിച്ച് വീണ്ടും ഈ വശത്ത് തന്നെ കൊണ്ടുവരും. കൊണ്ടുവന്ന് ഇറങ്ങിപ്പോയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. പിന്നെ വലിയ ടൂറിസ്റ്റ് വിസിറ്റേഴ്സൊന്നും ഇവിടെ ഇല്ല, ഈ ഒരു പ്രദേശത്തില്ല. ഒന്നാമത് ഈ ഡാം കാണിക്കാത്തതുകൊണ്ട് അങ്ങനൊന്നും വരുന്നില്ല. കോതയാർ ആ വശം ആ സൈഡ്, പിന്നെ കിളവിയാറ് ആ പുറവശം കാണുന്നത്, പിന്നെ ഈ കാണുന്നത് തച്ചമല. നമ്മൾ നിൽക്കുന്ന പേച്ചിപ്പാറ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ്. ഇനി ആ ഡാമിൻ്റെ അവിടെ പോയി അവിടുത്തെ ചെറിയ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. അകത്ത് കയറ്റി വിടത്തില്ല, എന്നാലും കുറച്ച് കാണിക്കും. ഇനി നമ്മൾ നേരെ ഡാമിൻ്റെ ആ ഭാഗത്തോട്ട് പോവാണ്. ഡാമിൻ്റെ മുൻവശം നിങ്ങളെ കാണിക്കാം. ഇവിടെ പാർക്കിങ്ങിന് പ്രത്യേകം സ്ഥലങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ഈ റോഡിൻ്റെ വക്കത്തൊക്കെ കൊണ്ടാണ് പാർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ തിരിച്ചിവിടെ ഈ ആർച്ചിൻ്റെ അവിടെ വന്ന് നമ്മൾ ആദ്യം പോകുന്നതിനും കാണിച്ചില്ലേ, പേച്ചിപ്പാറ ആണേ, ആർച്ചിൻ്റെ അവിടെ വന്നേ. അവിടെ നിന്ന് നമ്മൾ ഇവിടെ റൈറ്റാണ് പോകുന്നത്. ലെഫ്റ്റ് പോയാൽ നമ്മൾ വന്ന വഴി കുതിശേഖരം പോവാം. നമ്മൾ റൈറ്റ് നേരെ പോകുന്നു. അമ്മ പൂങ്ക. ഇതാ ഇതിന് താഴെ വീടാണ് ഗവൺമെന്റിന്റെ അപ്പൊ നമ്മൾ ഏകദേശം പേജിപ്പാറ ജംഗ്ഷനിൽ വന്നു കേട്ടോ. ഇതാ ജംഗ്ഷൻ. നമ്മൾ ജംഗ്ഷനിൽ വന്നു. അവിടെ നിന്ന് ഏകദേശം നമ്മൾ ആ തിരിഞ്ഞ ഭാഗത്തു നിന്ന് ഒരു 1/2 കിലോമീറ്റർ കാണത്തുള്ളൂ. ഇതാണ് പേച്ചിപ്പാറ ജംഗ്ഷൻ. അങ്ങോട്ട് മേലോട്ട് കയറാൻ വിടുമോ അവര്? ഇല്ല, ടൂറിസ്റ്റ് ബസ്സൊക്കെ കിടക്കുന്നു. അണയെ പോകാൻ പറ്റുമോ? പോകട്ടെ. അങ്ങനെ നമ്മൾ പേച്ചിപ്പാറ ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ ഒത്തിരി വണ്ടികൾ നിൽപ്പുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇപ്പോൾ കയറ്റി വിടുവോ അവര്? ഏതായാലും പോയി നോക്കാം അല്ലേ. നമുക്ക് വണ്ടി ഇരുന്ന് നോക്കിയിട്ട് എന്തോ കാര്യം. കയറ്റി വിടുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കാഴ്ചകൾ കാണാൻ പറ്റും. നോക്കാം. ആക്ച്വലി ഇവിടെ 2 സ്പിൻ വില്ലുണ്ട്. നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് ദൂരം കാണിച്ചു തന്നില്ലായിരുന്നു. അത് അപ്പുറത്ത് കാണുന്ന സ്പിൻ വില്ലാണ്. അത് നമുക്ക് അപ്പുറത്തോട്ട് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇതിപ്പോൾ ഈ കാണുന്നത് പുതിയതായിട്ട് പണിഞ്ഞൊരു സ്പിൻ വില്ലാണ്. ഇപ്പം ഈ പേച്ചിപ്പാറ ഡാമിന് 2 സ്പിൻ വില്ലുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു അണ പോലെ ആയിരുന്നു അവർ കെട്ടി വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് സ്പിൻ വില്ലാക്കുമായിരുന്നത്. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് കണ്ട ആ സ്പിൻ വില്ല് വഴി ഇപ്പം ഒരു ഷട്ടർ തുറന്ന് വിട്ടിട്ടുണ്ട്. വെള്ളം ഇപ്പം ഈ മഴ കാരണം ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് നല്ല മഴയാണ്. മഴ കാരണം ഇപ്പോൾ അവിടെ തുറന്ന് വിട്ടിരിക്കുന്നുണ്ട്. അവിടെ കാഴ്ചക്കാർ തന്നെ ആ വഴിയിൽ തന്നെ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. അവിടെ ഇപ്പോൾ തുറന്നു വിട്ടേക്കാണ്. ഇത് പുതുക്കി പണിഞ്ഞ സ്പിൻ വില്ലാണ്. ഈ സ്പിൻ വില്ല് ഇപ്പോൾ ഷട്ടർ തുറന്നിട്ടില്ല.
തുറക്കുന്ന സമയത്ത് നമുക്ക് അറിവ് കിട്ടുവാണെങ്കിൽ കാണാനൊക്കെ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ട് പണിഞ്ഞതാണ്. അതിൻ്റെ അപ്പുറത്തുള്ളതാണ് ഞാൻ നേരത്തെ ദൂരെയെന്ന് കാണിച്ചില്ലായിരുന്നു, ഒരു 6 സ്പിൻ വില്ല്. അതാണ് അവിടെ ആ സൈഡ് കാണുന്നത്. അത് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണാം. ഇപ്പം നിങ്ങൾ ആ ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അതിപ്പോൾ കാണാമല്ലോ, ആ ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പഴയ സ്പിൻ വില്ല്. ഈ ജസ്റ്റ് കാണുന്നതാണ് ഇപ്പോഴത്തെ പുതിയ സ്പിൻ വില്ല്, ഈ കാണുന്നത്. പക്ഷേ ഈ പുതിയ സ്പിൻ വില്ലിൽ നിന്ന് അവർ ഓപ്പൺ ചെയ്തിട്ടില്ല. പഴയ സ്പിൻ വില്ല് വഴിയാണ് ഇപ്പം ഷട്ടർ ഓപ്പൺ ചെയ്ത് വെള്ളം പുറത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നെ കിളവിയാർ എന്ന് പറഞ്ഞ മലയാണ്. നമുക്കിവിടെ നിൽക്കുമ്പം ശരിക്കും അടുത്താണ് ഇത് കാണുന്നത്. നിങ്ങൾക്ക് ക്ലിയറായി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ല, പുതിയതായിട്ട് പണിഞ്ഞേക്കുന്നത് സ്പിൻ വില്ല്. 8 എണ്ണം ഉണ്ട് കേട്ടോ. നല്ല എക്കോ ഉണ്ട് കേട്ടോ. ഈ അങ്ങ് ദൂരെ മല കാണുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മല. ആ മലയിൽ അതുവഴി ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു അരുവി കാണുന്നുണ്ട്. ഇവിടുന്ന് കാണുമ്പോൾ എന്തോ വെള്ളി ഉരുക്കി ഒഴിച്ച പോലെ കാണാൻ പറ്റുന്നു. പക്ഷെ നിങ്ങൾക്കത് വീഡിയോ കാണാൻ പറ്റുന്നതെന്ന് അറിയുന്നില്ല. പക്ഷെ നല്ലൊരു വ്യൂ ആണ്. കാരണം ഇപ്പം നല്ല മഴയുടെ സമയമായതുകൊണ്ട് നല്ല അരുവി പോലെ ഇങ്ങനെ ഒഴുകി വരിക. ഇത് നമ്മുടെ പഴയ സ്പിൻ വില്ല് തുറന്ന് വിട്ട് വരുന്ന വെള്ളമാണ്. അവരിപ്പം മഴ കാരണം വെള്ളം പൊങ്ങിയത് കാരണം ഷട്ടർ തുറന്ന് വിട്ടിട്ടുണ്ട് അവർ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഭയങ്കര ശബ്ദമാണ് ഈ വെള്ളം ഒഴുകുന്ന ശബ്ദം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എനിക്കറിയില്ല. ആ സ്റ്റാർട്ടിങ് ഷട്ടറിൻ്റെ അവിടെ നമുക്ക് പോകാനോ അവിടെ പോയി കാണാനൊന്നും പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളത് കാണിക്കായിരുന്നു. അങ്ങോട്ട് പോകാൻ പെർമിഷൻ ഇല്ല ഇപ്പോൾ. അതാണ് നമ്മൾ ദൂരെ മാറി വന്ന് ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. കാഴ്ചക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ആ സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുക. ആ വെള്ളം വന്ന് കരക്കടിക്കുന്ന ഫോഴ്സ് കണ്ടോ? നല്ല ഫോഴ്സിലാണ് വന്ന് കരക്കടിക്കുന്നത്. നമ്മുടെ കൂടെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ദാനിയൽ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി അഡ്വക്കേറ്റാണ്. പുള്ളി നമ്മുടെ കൂടെ വീഡിയോയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഈ പേച്ചിപ്പാറ ഡാം. ഇത് ഏകദേശം ഒരു 1897 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. 1897 മുതൽ 1906 വരെയായിരുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. 1906 തന്നെ ഇത് ഇനാഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ പണി കഴിപ്പിച്ചത് ഒരു യൂറോപ്യൻ എഞ്ചിനീയറാണ്. പുള്ളിയുടെ പേര് മിഞ്ചിൻ എന്നാണ്. പക്ഷേ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ അന്ന് വിളിച്ചുകൊണ്ടിരുന്നത് മൂക്കന്തുര എന്നാണ് പുള്ളിയെ വിളിച്ചുകൊണ്ടിരുന്നത്. പുള്ളിയുടെ മൂക്കന്തുര അല്പം നീണ്ടിരുന്നുണ്ടോ അങ്ങനെങ്ങാണ്ട ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഇത് പണിഞ്ഞത്. ആ ഒരു സമയത്ത് 1906 പീരീഡിൽ നമുക്ക് ഇന്ത്യക്കൊന്നും സ്വാതന്ത്ര്യം കിട്ടിയില്ലാത്ത സമയമായിരുന്നു. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങൾക്ക് ആ അണയുടെ സൈഡിൽ നോക്കുമ്പം ഒരു ചാരണ കാണാം. പറഞ്ഞാൽ ഈ അണയ്ക്ക് തന്നെ ഒരു ബലക്ഷയം ഗവൺമെൻറ് കണ്ടതിന് പ്രകാരമാണ് ഈ ചാരണ പണിയപ്പെട്ടത്. ഇതിപ്പോൾ ഏകദേശം പണിഞ്ഞിട്ട് ഒരു 2 വർഷത്തിനകത്തേ ആകുന്നുള്ളൂ. അതിൻ്റെ ബലക്ഷയം മാറ്റി ക്ലിയറായിട്ടൊന്ന് ഈ വശം മുതൽ ആ വശം വരെയും പണിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതാണ് മെയിൻ ഈ കനാലിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയ ആണത്. അവിടെ നിന്ന് ഈ വെള്ളം നമ്മുടെ ഈ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത്. അവിടെ ഒരു ക്രോസിംഗ് പാലമുണ്ട്. അത് റോഡ് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ പോകാനും വരാനും ഒക്കെ ഉള്ള പാലമാണ്. ഇവിടെ 2 ഷട്ടറുണ്ട് കേട്ടോ. കാണുന്ന 2 ഷട്ടറുണ്ട്. ആ ഷട്ടർ ഇപ്പോൾ അളവിന് അവർ തുറന്ന് വിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വെള്ളം വരുന്നത്. എപ്പോഴും അത് തുറന്ന് വിടാറില്ല. ചില സമയത്ത് വെള്ളം കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യം ഇതിനു മുമ്പ് കണ്ടില്ലായിരുന്നു, അവിടെ വെള്ളം കൂടി നിൽക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ എപ്പോഴും മിക്കവാറും മഴ ഉണ്ട്. ഇപ്പോൾ തന്നെ മഴ നല്ല കോളുമുണ്ട്. അപ്പം മഴയുള്ള സമയത്താണെങ്കിൽ അവിടെ പെട്ടെന്ന് വെള്ളം പൊങ്ങുമ്പോഴാണ് ഇവർ ഈ ഷട്ടർ തുറന്ന് വിടുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ശരിക്കും പറഞ്ഞാൽ ഈ കനാൽ സ്റ്റാർട്ടാണ് എൻട്രൻസ് ഇവിടുന്നാണ്. ഇവിടെയൊക്കെ ശരിക്കും മീനുകൾ കാണുമായിരിക്കാം. ഈ കനാലാണ് ഇവിടുന്ന് നേരെ ഒഴുകി നമ്മുടെ വന്ന വഴി കോൺവെൻ്റൊക്കെ കണ്ടതും. പിന്നെ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ കണ്ട ഈ മാത്തൂർ കൊട്ടിപ്പാറത്ത് വരുന്ന വെള്ളം ഇവിടെ നിന്നുള്ള വെള്ളമാണ്. ഞാൻ ആ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേച്ചിപ്പാറയിൽ നിന്ന് വരുന്ന വെള്ളമാണ്.
ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ കാണുന്ന നീല ലൈനാണ് വെള്ളത്തിൻ്റെ മാക്സിമം വാട്ടർ ലെവൽ. അപ്പോൾ ഇതിൻ്റെ മറുവശത്ത് ഈ ലെവലിൻ്റെ മേളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അവർ ഷട്ടർ തുറക്കണമെന്നാണ് അവരുടെ നിയമം. അപ്പോൾ അതിന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടൊരു ലൈനാണ് ഇത്രയും പൊങ്ങാൻ പാടുള്ളൂ എന്നുള്ള ആ ലെവൽ ലൈനാണ് ഇവിടെ അവർ വരച്ച് കാണിച്ചേക്കുന്നത്. ബ്ലൂ ലൈൻ മേളിലോട്ട് വീണോ. നമ്മളിപ്പോൾ ഡാമിൻ്റെ മേളിലോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രൻസ് സ്ഥലമാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഓഫീസ് ഓഫ് ദി ഇൻസ്പെക്ടർ ഓഫ് ഫിഷറീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കാണാൻ പറ്റും. ഇവിടെ ഈ മീനൊക്കെ ലേലത്തിന് വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, എന്നും രാവിലെ ഉണ്ട്. അപ്പം ആൾക്കാരൊക്കെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് മീൻ വാങ്ങിക്കുകയും പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ മേലോട്ട് പോയി നോക്കാം. നമ്മൾ ഈ കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ ഒരു സ്തൂപമുണ്ട്. ഇത് ഏകദേശം ഇത് പണിഞ്ഞ 100 വർഷം ആകുന്നതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഒരു സ്തൂപമാണ് ഈ കാണുന്നത്. നമ്മൾ കയറി വരുന്ന എൻട്രൻസിൻ്റെ ഉണ്ട്. ഇദ്ദേഹമാണ് അലക്സാണ്ടർ മിഞ്ചിൻ. ഞാൻ നേരത്തെ പറഞ്ഞ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ വിളിക്കുന്ന മൂക്കൻതുറൈ എന്ന് പറയുന്ന ഒരാൾ. മിഞ്ചിൻ, അലക്സാണ്ടർ മിഞ്ചിൻ. ഡാമിൻ്റെ സ്റ്റാർട്ടിങ് ഗേറ്റാണ് ഈ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ ഡാം വരുന്നത്. നേരത്തെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇതോട് നേരെ അങ്ങോട്ട് നടക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം അവർ നടക്കാൻ അനുവദിക്കുന്നില്ല. ഇവിടെ ഗേറ്റൊക്കെ ഇട്ടൊരു ലോക്ക് ചെയ്തേക്കാണ്. ഇപ്പം അങ്ങോട്ട് നടക്കാനുള്ള അനുവാദങ്ങളൊന്നുമില്ല. ഈ കാണുന്നതാണ് മെയിൻ ഷട്ടർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഷട്ടറിൻ്റെ കാര്യം. 2 ഷട്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഏറ്റവും അവസാനം കാണുന്നതാണ് സ്പിൻ വില്ല്. ഞാൻ നേരത്തെ പറഞ്ഞില്ല 6 സ്പിൻ വില്ലുണ്ടെന്ന്. അത് ഏറ്റവും അവസാനം അറ്റത്ത് കാണുന്നതാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ആ ഒരു ബ്ലൂ ലൈനിൻ്റെ ഇപ്പുറത്ത് അവർ കൊടുത്തേക്കുന്ന റെഡ് ലൈനാണോ, അതേ അളവിനെ ഇപ്പുറത്ത് ആ ലൈൻ വരച്ചേക്കുന്നത്. ഈ ചുവന്ന ലൈനിൻ്റെ മേളിലോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും അവർ തുറന്നേ പറ്റുള്ളൂ. പിന്നെ അപ്പം അത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് താന്ന് നിൽക്കുമല്ലോ, നിങ്ങൾ ഇതെന്താ ഇപ്പോൾ തുറന്നു വിട്ടേക്കുന്നതെന്ന്. അത് വ്യവസായത്തിനൊക്കെ വേണ്ടി അവർ തുറന്നു വിടുന്നതാണ്. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പം അവർക്ക് കാർഷികത്തിനൊക്കെ വേണ്ടി അവരങ്ങ് തുറന്നു വിടുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ലൈനിൻ്റെ മേളിൽ കയറുവാണെങ്കിൽ അവരെന്തായാലും ഷട്ടർ മാക്സിമം തുറന്ന് വെള്ളം വിടുക തന്നെ ചെയ്യും. ആ സമയത്ത് ഓവർഫ്ലോ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ അവിടെ നിന്ന് ഈ ഒഴുകി വരുന്ന ഭാഗത്തൊക്കെ ശരിക്കും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടുന്ന് പോകുന്ന വെള്ളമാണ് തൃപ്പരപ്പ് വാട്ടർഫാൾസിലൂടെ ഒഴുകി വരുന്നത്. ആ തൃപ്പരപ്പ് പിന്നെ അടുത്ത് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങൾ കാണിക്കാം. ഡാം കൺസ്ട്രക്ട് ചെയ്ത് മിഞ്ചൻ എന്ന് പറഞ്ഞ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. പുള്ളി അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ബോൺ ഓൺ ഒക്ടോബർ 1868 അദ്ദേഹം ജനിച്ചത്. മരിക്കുന്നത് 25 സെപ്റ്റംബർ 1913 ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തൊരു 7 വർഷം കൂടെ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ മരണം. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എൻ്റെ മേളിലോട്ട് പോവാണ്. മേളത്തെ സ്ഥലത്തോട്ട് നമ്മൾ പോവാണ്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ PWയുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് മേളിൽ. പണ്ടിവിടെ മാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒന്നും മാനൊന്നുമില്ല. ഭാഗത്തൊക്കെ മാനൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് നമ്മുടെ കുഞ്ഞിലേക്ക് വരുന്ന സമയത്ത് ഈ മാനൊക്കെ ഓടി കളിക്കുന്നതാണ്. പക്ഷേ പിടിക്കാനോ തൊടാനോ ഒന്നും അറിയത്തില്ല. നമ്മൾ ആദ്യം വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമാണ്. പക്ഷെ അവിടെ നിന്ന് അവർ കയറ്റി വിടത്തില്ലായിരുന്നു. നമ്മളിപ്പോൾ രണ്ടാമത് ഡാം കാണാൻ കയറിയ ആ ഭാഗത്ത് നേരെ കറങ്ങി വരുന്നത് ഈ ഗേറ്റിൻ്റെ ഇവിടെയാണ് നമ്മൾ ആദ്യം വന്ന് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത്.
പക്ഷെ ഇങ്ങോട്ട് അവരെ കയറ്റി വിടത്തൂല്ല ഇറക്കി വിടത്തുമില്ല. അവിടെ കാവലിന് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അപ്പത്തോടെ ഇറങ്ങി നേരെ താഴോട്ട് പോയി ഇതിന് മുമ്പത്തെ കാഴ്ചകളെ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലങ്ങളാണ് ഈ കോതയാറ്, പിന്നെ കിളവിയാറ്, പിന്നെ തച്ചൻമല, ആ ഭാഗങ്ങളാണ്. നേരത്തെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. നമ്മൾ താഴെ നിന്ന് എടുത്തത്. ഇതിപ്പം നമ്മൾ ഡാമിൻ്റെ ഈ സൈഡിൽ കൂടെ കയറി വന്നപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഇത്. കോതയാറ്, ആ കോതയാറിൻ്റെ ഭാഗം. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ബാക്ക് സൈഡ് കാണുന്നത് കിളവിയാറാണ്. കിളവിയാർ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടത്തേക്ക് ബസ്സൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ആ സൈഡ് കാണുന്നതെല്ലാം തച്ചൻമല എന്ന് പറയുന്ന സ്ഥലമാണ്. തച്ചൻമല. ഇതിനിടയ്ക്ക് ചെറിയ ദ്വീപുകളൊക്കെ ഉണ്ട് കേട്ടോ. താഴെ നിന്നത് ക്ലിയറായിട്ട് ഞാൻ ചെറുതായിട്ട് കണ്ടുള്ളൂ. പക്ഷേ മേളിൽ വരുമ്പോൾ നല്ല വ്യൂ ഒക്കെ ദ്വീപുകൾ കാണുന്നത്. ആ സൈഡൊക്കെ നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വളരെ അമേസിങ് വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പം. നമ്മളീ കാണുന്നതിൻ്റെ നേരെ താഴ്വശമായിരുന്നു നമ്മൾ നേരത്തെ നിന്ന് ഷൂട്ട് ചെയ്തതൊക്കെ. അപ്പോൾ ഇത്രയും നേരം കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അത് മാത്രമല്ല തൊട്ടപ്പുറത്തെ ബെല്ലൈക്കോൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുവാൻ ഞങ്ങളുടെ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. വീണ്ടും പുതുപുത്തൻ കാഴ്ചകളുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ക്യാമറമാൻ തോമാച്ചനോടൊപ്പം നിങ്ങളുടെ സ്വന്തം മാത്യു. ബൈ.